എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസി ആയിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആവശ്യമായ സാധനങ്ങൾ ഇത്രയാണ്. വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള കടലാസോ പഴയ നോട്ട്ബുക്കിൻ്റെ ചട്ടയോ ഒക്കെ ബേസായിട്ട് ഉപയോഗിക്കാം. ഇനി ഏകദേശം ഒരേ സൈസിൽ വരുന്ന 2 പിസ്ത തോടുകളെടുത്ത് ഇത് തമ്മിൽ ചേർത്ത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ ഇതിന് പകരം ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ പോലെയുള്ള കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പശ വേണമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ പിസ്ത തോടുകളെ നമ്മൾ ചേർത്തൊട്ടിക്കുവാനും അത് കഴിഞ്ഞ് കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കുമ്പോഴൊക്കെ അത് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയമെടുക്കും, കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന പശ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ ഫ്ലവറിൻ്റെ ഏറ്റവും നടുക്കുള്ള പീസാണ്. ഇനി ഇതിന് ചുറ്റുമായിട്ട് ഓരോ പിസ്ത ഷെല്ലിനെയും നിരത്തി ഒട്ടിക്കാം ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച്. ആദ്യത്തെ 1-2 നിര പിസ്ത ഷെല്ലുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അത് നന്നായി ഒട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്നവരെ കുറച്ച് സമയം പിടിച്ചു വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കൈയെടുക്കുമ്പോഴേക്കും അതിന് അടർന്നു വരും. ഓരോ നിരയിലും പിസ്ത ഷെല്ലുകൾ ഒട്ടിക്കുന്നതിന് പ്രത്യേകിച്ച് പാറ്റേൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാറ്റേൺ ചെയ്താൽ കുറച്ച് ഭംഗിയുണ്ടാവും, പാറ്റേൺ ചെയ്തില്ലെങ്കിലും ഇതൊരു മനോഹരമായൊരു പൂവായിട്ട് മാറും. പാറ്റേൺ ഫോളോ ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും എന്തായാലും റെഡിയാവും. അതുകൊണ്ട് പാറ്റേണിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെയ്യുന്ന ഈ ഫ്ലവറിൽ ഞാൻ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഓരോ വരിയിലും അടുത്തടുത്തായിട്ട് ഷെല്ലുകളെ നിരനിരയായിട്ട് ഒട്ടിച്ച് പോവുകയാണ്. തൊട്ടടുത്ത ഫ്ലവറിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം കൂടി കണ്ടു നോക്കിയാൽ അറിയാം, ഫൈനൽ റിസൾട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എല്ലായിടത്തും റെഡിയാവും. പിസ്ത ഷെൽസിൻ്റെ വലിപ്പവും ആകൃതിയും എല്ലാം ഓരോന്നിനും വ്യത്യാസമായിരിക്കും എന്നതുകൊണ്ടാണ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ബുദ്ധിമുട്ടായി മാറുന്നത്. എന്നാൽ ഇതേ ഫ്ലവർ തന്നെ പലരും ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് സ്പൂൺസ് ഉപയോഗിച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പാറ്റേൺ ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
രണ്ടാമത്തെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓരോ നിരയിലെയും പുതിയ പിസ്ത ഷെല്ലുകൾ ഒട്ടിക്കുന്നത് ഇതിന് തൊട്ട് മുന്നത്തെ നിരയിലെ 2 ഷെല്ലുകളുടെ ഇടക്കായിട്ട് വരുന്ന പോലെയാണ്. അങ്ങനെ ഓരോ ഫ്ലവറും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് പുറത്തേക്ക് നിൽക്കുന്ന കാർഡ്ബോർഡിൻ്റെ ഭാഗം വെട്ടിക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിനെ ഈ പിസ്ത ഷെൽസിൻ്റെ തനതായ നിറത്തിൽ വെച്ച് അലങ്കരിക്കാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉപയോഗിച്ച് ഇവയെ കൂടുതൽ മനോഹരമാക്കാം. നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അറേഞ്ച് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച പിസ്ത ഷെൽസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇനി പിസ്ത ഷെൽസ് കിട്ടുമ്പോൾ മറക്കാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.